ശ്രീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമുക്കിത് നല്ലൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റൈസാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് കട്ടിയുള്ളൊരു പാത്രമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നെയ്ക്ക് പകരമായിട്ട് എണ്ണയും നെയ്യും ഒരുമിച്ച് ഒഴിച്ചാലും മതി. ഇപ്പം ഞാൻ നെയ്യ് മാത്രമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തതാണ് ഇട്ട് കൊടുത്തത്. സവാള നമുക്ക് ആദ്യമൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ സവാള ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ കുറച്ച് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആയി വരും. സവാള ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതങ്ങ് കോരി മാറ്റണം. അതല്ലെങ്കിൽ കുറച്ച് കൂടുതൽ അങ്ങ് ഫ്രൈ ആയി പോകും. അപ്പോൾ പിന്നെ ഒരു കയ്പ്പ് ടേസ്റ്റും ഉണ്ടാവും അതിന്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി വന്ന നെയ്യുണ്ടല്ലോ, ആ നെയ്ക്കകത്തുനിന്ന് കുറച്ചിങ്ങി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂപ്പിച്ചെടുത്ത് അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കറുത്ത മുന്തിരി കൂടി മൂപ്പിച്ചെടുക്കണം. ഇത് രണ്ടും ഒന്ന് ഫസ്റ്റിലേ നമുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ആ ബാക്കി വന്ന നെയ്യിലോട്ട് കുറച്ച് ഗ്രാമ്പൂവും കറുകപ്പട്ട, 2 ഏലയ്ക്ക, ഒരു തക്കോലം ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സ്പൈസസ് ഒക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് നമ്മൾ 10 മിനിറ്റോളം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. എന്നിട്ട് അതിന് ശേഷം നമുക്കിതൊരു അരിപ്പയിലേക്ക് മാറ്റി വെച്ചിരുന്നതാണ്. ആ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോയിട്ടുണ്ട്. അപ്പം ആ ഒരു റൈസ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ നെയ്യിൽ കിടന്ന് റൈസ് കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ആ ഒരു നെയ്യിൽ കിടന്ന് ആ റൈസൊക്കെ ഒന്ന് ഫ്രൈ ആവുന്നത് പോലെ ഒന്ന് ആയി വരണം. അത്രേ വേണ്ടൂ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ വെള്ളം എടുക്കുമ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ അരി എടുത്തത് അതേ പാത്രത്തിന് തന്നെ വെള്ളം കൂടി എടുക്കാൻ അങ്ങ് ശ്രമിക്കണം. ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് അരി എടുത്തത്. 1.5 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്രയും വെള്ളം ഒഴിച്ചാൽ ഇത് കറക്റ്റ് അളവായിരിക്കും. നമ്മൾ റൈസൊക്കെ വെന്ത് വരുമ്പോഴേക്കും വെള്ളം നന്നായി വറ്റി വരും. അപ്പോൾ ആവശ്യമുള്ള വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സൈഡിലിരിക്കുന്ന റൈസൊക്കെ ഒന്ന് നീക്കിയിട്ട് കൊടുക്കാം വെള്ളത്തിലേക്ക്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം. അതിനിടയ്ക്കായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ റൈസ് ഒന്ന് വെന്ത് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതോടൊപ്പം തന്നെ ചേർക്കുന്നത് ഒരു ഹാഫ് ലെമണാണ്. അതിൻ്റെ അരിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ലെമൺ ഇതുപോലെ പിഴിഞ്ഞ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ റൈസ് ഒന്ന് തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി തിളച്ചതിന് ശേഷം പൈനാപ്പിളിൻ്റെ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. എസൻസ് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ പൈനാപ്പിൾ മുറിച്ചത് നമുക്ക് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പം പൈനാപ്പിൾ കിട്ടാത്തത് കൊണ്ട് തന്നെ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പൈനാപ്പിൾ എസൻസും കൂടെ ചേർത്തതിന് ശേഷം ഈ റൈസ് അങ്ങ് അടച്ച് വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നല്ലൊരു ക്ലോസ് ആയിട്ടുള്ളൊരു അടപ്പ് വെച്ച് അടച്ച് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഒരു നല്ല വെയിറ്റ് ഉള്ള എന്തെങ്കിലും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ആ റൈസിൻ്റെ വെള്ളമൊക്കെ വറ്റി ഇതേ രീതിയിലായി വന്നിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒന്നും കൂടി അങ്ങ് അടച്ച് വെച്ചിട്ട് അതേ വെയിറ്റ് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കുറച്ച് നേരം കൂടി വെച്ചിരിക്കാം. ഒരു 5 മിനിറ്റും കൂടി അങ്ങനെ ഇരുന്നോട്ടെ. ഇപ്പം സ്റ്റൗ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി ആ ചൂടിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു 5 മിനിറ്റിന് ശേഷം എടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ കറക്റ്റ് പരുവത്തിന് നമ്മുടെ ആ റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ടാവും. കണ്ടോ, വെള്ളമൊക്കെ കറക്റ്റായിരുന്നു. നമ്മൾ 1.5 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ഒഴിച്ചത്. കറക്റ്റായിട്ട് വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ വെജിറ്റബിൾസ് നെയ്യിൽ വഴറ്റിയിടാം. ഞാനിപ്പം അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പം കുറച്ച് ചോറ് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഒരു സൈഡിലായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് ചോറങ്ങ് മാറ്റിയിട്ട് അതിന് ശേഷം ലെയറായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഒരു സൈഡിലേക്ക് ഇട്ടിട്ട് പിന്നെ ആ ഒരു ഭാഗത്തുള്ള ചോറ് അങ്ങോട്ട് നീക്കിയിട്ടിട്ട് ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ ചോറ് വിളമ്പുന്ന സമയത്ത് എല്ലാ വെജിറ്റബിൾസ് എല്ലാം കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഈ ഒരു സൈഡിലും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം കൂടെ നമുക്ക് മുകളിലായിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബാക്കി വന്ന വെജിറ്റബിൾസ് എല്ലാം മുകളിലായിട്ട് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് മല്ലിയിലയും പുതിനയിലയും ഒക്കെ ചേർത്ത് കൊടുക്കാം.
എനിക്കിപ്പം മല്ലിയില കിട്ടാനേ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് മല്ലിയില ഞാനങ്ങ് ഒഴിവാക്കിയത്. പിന്നെ പുതിനയില കുറച്ചുണ്ടായിരുന്നു, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ബാക്കി വന്ന ആ ഒരു ഉള്ളി വറുത്തതും പിന്നെന്താണ് നമ്മുടെ ആ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതെല്ലാം നമ്മൾ മുകളിലായിട്ട് ചേർത്തിട്ട് പുതിനയിലയും ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൊണ്ട് നമുക്കിതൊന്ന് ക്ലോസ് ചെയ്തങ്ങ് വെച്ചിരിക്കാം. ഇനി നമ്മൾ ചോറെടുക്കുന്ന സമയമാകുമ്പോൾ ഇത് ഓപ്പൺ ചെയ്താൽ മതി. അതുവരെ നമ്മുടെ ആ വെജിറ്റബിൾസൊക്കെ ആ ചോറിന് നല്ല ചൂടുണ്ടാവില്ല, അതിലിരുന്നൊന്ന് വെന്ത് വന്നോളും. ഇത് കണ്ടോ, നമുക്ക് റൈസൊക്കെ എങ്ങും ഒട്ടിപ്പിടിക്കാതെ നല്ല കറക്റ്റ് പരുവത്തിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റൈസിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക.